നമസ്കാരം. വെളിച്ചെണ്ണയ്ക്ക് 500 കടന്നിരിക്കുന്നു. നാളികേരത്തിന് കിലോയ്ക്ക് 100 രൂപ കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്. വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരിയും അതുപോലെയുള്ള പലഹാരങ്ങളും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള സദ്യയും ഒക്കെ തന്നെ മലയാളിക്ക് കടം വാങ്ങിച്ച് ശരിക്കും കാണം വിറ്റ് ഓണം ഉണ്ണേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇവിടെ ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുണ്ട്, ഇവിടെ മറ്റ് ധനകാര്യ വകുപ്പുണ്ട്, അങ്ങനെ നിരവധി വകുപ്പുകളുണ്ട്. പക്ഷേ ഈ വെളിച്ചെണ്ണ വിലയും മറ്റ് അവശ്യ സാധനങ്ങളുടെ വിലയും ഒക്കെ തന്നെ ഉയരുന്നത് ഇങ്ങനെ ക്രമാതീതമായി തുടർന്നുകൊണ്ടിരുന്നാൽ ജനം എന്തു ചെയ്യും? വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മറ്റൊരു കാര്യം, വെളിച്ചെണ്ണ വിലയിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വില ഉയരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ കുതിച്ചു കയറുന്നത് അല്ലെങ്കിൽ കുതിച്ചു കയറ്റുന്നത് എന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് സമൂഹ മാധ്യമത്തിലൊക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട. ആ പോസ്റ്റിലെ അതിന്റെ ടെക്സ്റ്റ് അത് എഴുതിയത് ഞാൻ വായിക്കാം. ഒരു ദിവസം പൊടുന്നനെ ഒരു വാർത്ത, 44 വെളിച്ചെണ്ണ ബ്രാൻഡുകൾ മായം കലർന്നതാണ്. 44 ബ്രാൻഡുകൾ മായം കലർന്നതാണ്, അത് നിരോധിക്കുന്നു. അപ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് അവയ്ക്ക് അതുവരെ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ കൊടുത്തിരുന്നത് എന്ന് ചോദിക്കരുത്. അതുവരെ വിറ്റു, കുറെ കാലമായിട്ട്, വർഷങ്ങളായിട്ട് അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ 44 ബ്രാൻഡുകളിൽ മായമുണ്ടെന്ന് കണ്ടെത്തുന്നു, അവ നിരോധിക്കുന്നു. ഇത്രയും ബ്രാൻഡുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെടും. ബാക്കി വരുന്നവയ്ക്ക് ആവശ്യക്കാർ കൂടും. ആവശ്യക്കാർ കൂടുമ്പോൾ വിലയും കൂടും, സ്വാഭാവികമാണല്ലോ. അങ്ങനെ വിൽക്കപ്പെടുന്ന ബ്രാൻഡുകളിൽ ഭരണപക്ഷക്കാരുടെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിലും ചില ബ്രാൻഡുകളിൽ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ CPM-ന്റെ ചില പാർട്ടി നേതാക്കളുടെയും ഒക്കെ അവരുടെയൊക്കെ പങ്കാളിത്ത ബിസിനസിന്റെ ഭാഗമായ ചില ബ്രാൻഡുകൾ വിപണിയിലുണ്ട് എന്ന് പറയപ്പെടുന്നു, നമുക്ക് ഉറപ്പില്ല. അപ്പം അത്തരം ബ്രാൻഡുകൾക്ക് വില കൂട്ടുന്നതിന് വേണ്ടി ഈ എക്കണോമിക്സിന്റെ ഈ തത്വപ്രകാരം സ്കേഴ്സിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൈസസ് എന്ന് പറയുന്ന ആ ഒരു എക്കണോമിക്സ് തത്വം, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ പറയുന്ന ഈ തത്വപ്രകാരം ഈ ബ്രാൻഡുകൾക്കൊക്കെ വില ക്രമാതീതമായി ഉയരും അല്ലെങ്കിൽ ഉയർത്തേണ്ടി വരും. അപ്പൊ ഭരണപക്ഷക്കാരുടെ ചില വെളിച്ചെണ്ണ ബ്രാൻഡുകൾ വിപണിയിൽ ഉണ്ടോ എന്ന സംശയമുണ്ട്. ഒരു കാര്യം കൂടി പറയുന്നു. കേന്ദ്ര സർക്കാർ BPL-കാർക്ക് സൗജന്യമായി കൊടുക്കുന്ന, റേഷൻ കടകൾ വഴി കൊടുക്കുന്ന 4 കിലോ ഗോതമ്പ് 1 കിലോ ഗോതമ്പ് പൊടിയായും 3 കിലോ വെച്ച് 3 പാക്കറ്റ് പൊടിയായും കൊടുക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. എന്തിനാണ് പാക്കറ്റായി കൊടുക്കുന്നത് എന്നറിയാമോ? ഓരോ പാക്കറ്റിനും 9 രൂപ വെച്ച് വാങ്ങാൻ മില്ല് കമ്മികളുടേതാണ്, ചില കമ്മികളുടെ മില്ലാണ്. മനസ്സിലായോ? അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പോസ്റ്റ്. അപ്പം നമ്മുടെ വിപണിയെ സ്വാധീനിക്കുന്ന തരത്തിൽ രാഷ്ട്രീയവും മാറിയിരിക്കുന്നു. ചില രാഷ്ട്രീയക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഒരു കാലത്ത് വലിയ ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടായിരുന്നു, പ്രൈവറ്റ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പം ഈ ബസ്സുകളുടെയൊക്കെ സർവീസ്, പേരൊന്നും പറയുന്നില്ല, സർവീസ് കൂട്ടാൻ വേണ്ടി അതുവഴി ഉണ്ടായിരുന്ന KSRTC ബസ്സുകളുടെയൊക്കെ ഷെഡ്യൂൾ വെട്ടിമാറ്റിയ, ഷെഡ്യൂൾ ഇല്ലാതാക്കിയ ഒരു ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. പ്രമുഖരായ ആളുകളാണ്. എന്തൊക്കെയായാലും ശരി, ആ പ്രൈവറ്റ് കമ്പനിയെ സഹായിക്കാൻ വേണ്ടി KSRTC ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുകയും ഇല്ലാതാക്കുകയും KSRTC ബസ്സുകൾ പലതും മനഃപൂർവ്വം കട്ടപ്പുറത്താവുകയും ഒക്കെ ചെയ്ത ചില ഡിപ്പോകളുടെ കഥ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്, ഈ പ്രൈവറ്റ് കമ്പനിയെ സഹായിക്കാൻ വേണ്ടി. അതുപോലെ ഈ ബ്രാൻഡുകളെ സഹായിക്കാൻ വേണ്ടി, കമ്മികൾക്ക് പങ്കാളിത്തമുള്ള ബ്രാൻഡുകളെ സഹായിക്കാൻ വേണ്ടി മറ്റു ബ്രാൻഡുകളെ വെട്ടിമാറ്റിയിട്ട് ഇവയുടെ വില കൂട്ടി കളിക്കുന്ന കളിയാണോ ഇത് എന്ന സംശയം സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകും. ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന് ചിന്തിച്ചാൽ ഒരു പൊതുജനത്തിന്റെ ഒരു സംശയം സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാകാം. ഈ ഗോതമ്പിന്റെ കാര്യം തന്നെ കണ്ടില്ലേ, കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്നു, അത് പൊടിച്ച് 9 രൂപയുടെ പൊടിയാക്കി മില്ലുകള് ഇവിടെ പാർട്ടിക്കാരുടെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ആ മില്ലുകൾക്ക് പണി വേണ്ടി. അപ്പൊ ആ മില്ലുകൾക്ക് അതിന്റെ വിഹിതവും മറ്റു കാര്യങ്ങളും കൊടുക്കണ്ടേ? അപ്പം അതിനുവേണ്ടി നടത്തുന്ന ഒരു കള്ളക്കളിയാണോ ഇത്, ഈ വെളിച്ചെണ്ണ വില കൂടുന്നത്? എന്തായാലും വെളിച്ചെണ്ണ വില ഇനിയും ഉയരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഓണക്കാലം ആകുമ്പോഴേക്കും ഈ 500 എന്നുള്ളത് 750 1000 ഒക്കെ ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് വെറും രാഷ്ട്രീയ കളി മാത്രമാണ് എന്നുള്ളത് ആർക്കും സംശയം തോന്നുന്ന നടപടികളാണ് ഇവിടെ ഉണ്ടാകുന്നത്. എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ രാഷ്ട്രീയം കലർത്തി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക്, പാർട്ടിക്കാർക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവ വികാസങ്ങളാണ് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനം കഴുതയല്ല സാർ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് എങ്ങനെ പറയും? കാരണം പൊതുജനത്തെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയല്ലേ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.